ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുജാതാസ് കുക്കിംഗ് മാജിക്. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇതുവരെ ഉണ്ണിയപ്പം തയ്യാറാക്കി ശരിയാകാത്തവർക്കും അതുപോലെ തുടക്കക്കാർക്കും വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എങ്ങനെയാണ് സോഫ്റ്റായ ടേസ്റ്റിയായ ഉണ്ണിയപ്പം തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഇവിടെ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 250 ഗ്രാം ശർക്കര വെല്ലം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ശർക്കര പാനിയാക്കി മാറ്റാനുള്ളതാണ്. ഇത് സ്റ്റൗവിൽ വെച്ച് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. ഇത് ശർക്കര പാനി ആകുന്ന സമയത്ത് നമുക്ക് നേരത്തെ ഞാൻ 3 മണിക്കൂറോളം കുതിർത്ത് വെച്ച പച്ചരി, നമ്മൾ ദോശക്കും ഇഡലിക്കുമൊക്കെ ഉപയോഗിക്കുന്ന പച്ചരി, ഇവിടെ ഞാൻ 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അരി അധികം അരക്കാൻ പാടില്ല. ഒരു തരിയോടുകൂടി മാത്രമേ അരി അരച്ചെടുക്കാൻ പാടുള്ളൂ. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി, നാട്ടിൽ കിട്ടുന്ന ശർക്കരയിൽ വെല്ലത്തിൽ ചിലപ്പോൾ പൊടിയും കല്ലുമൊക്കെ കാണുമായിരിക്കും. അപ്പോൾ നിങ്ങൾ അരിച്ചെടുത്ത് ഉപയോഗിക്കണം. ഇവിടുത്തെ ശർക്കരയിൽ അത്ര കല്ലും മണ്ണൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ നേരിട്ട് ഞാനത് ഒഴിച്ചു കൊടുക്കുകയാണ്. വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നമുക്കത് അരച്ചെടുക്കാം. ഇതേ സമയം തന്നെ ഇതിലേക്ക് വേണ്ടി ഞാൻ ഒരു 3 പൂവൻ പഴം, നിങ്ങൾക്ക് പൂവൻ പഴമോ റോബസ്റ്റ പഴമോ ഏത് പഴവും നിങ്ങൾക്ക് നല്ല പഴുത്ത പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പത്തിനൊരു സോഫ്റ്റ്നെസ്സും അതുപോലെ തന്നെ പ്രത്യേക ടേസ്റ്റും കിട്ടാനാണ് പഴം ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് കട്ട് ചെയ്ത് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ അരച്ച് തയ്യാറായിട്ടുണ്ട്. അത് നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു ഇഡലി മാവിൻ്റെ രൂപത്തിലാണ് ഈ ബാറ്റർ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിലേക്ക് അരച്ചു വെച്ച പഴം കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് തരിയോട് കൂടിയാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടിക്ക് പകരം മൈദപ്പൊടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഗോതമ്പ് പൊടിയോ മൈദപ്പൊടിയോ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് അപ്പം നല്ല സോഫ്റ്റായി കിട്ടാൻ സഹായിക്കും. ഇവിടെ 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു വിസ്ക് വെച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ബാറ്റർ ഒന്നും കൂടി ലൂസാക്കി എടുക്കാൻ നമുക്ക് കുറച്ച് വെള്ളം, ആവശ്യത്തിന് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് അരച്ചെടുക്കുമ്പോൾ തന്നെ നല്ല തരിയുണ്ടായിരിക്കണം, സ്മൂത്താവാൻ പാടില്ല. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് അരമണിക്കൂറോ 1 മണിക്കൂറോ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ഇവിടെ ഞാൻ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. അതിനുശേഷം 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 1 ടേബിൾ സ്പൂൺ എള്ള് കൂടി, കറുത്ത എള്ള് കഴുകി വൃത്തിയാക്കിയ എള്ളാണ്, അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ അതുപോലെ തന്നെ 1 ടീസ്പൂൺ, 1-2 ടീസ്പൂൺ നെയ്യ് കൂടി, പശുവിൻ നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു അപ്പത്തിന് നല്ല ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കിട്ടുന്നതായിരിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് കൂടി എണ്ണയിൽ ഫ്രൈ ചെയ്ത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാനത് ചേർത്തിട്ടില്ല. തേങ്ങാക്കൊത്ത് ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം. ഇത് വളരെ പെട്ടെന്നാണ് നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കൊടുത്ത് ചുട്ടെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് 1-2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ വെക്കാം. വളരെ പെട്ടെന്ന് ചുട്ടെടുത്താൽ തന്നെ വളരെ സോഫ്റ്റായിരിക്കും. അതുപോലെ തന്നെ ടേസ്റ്റും വളരെ ടേസ്റ്റോടു കൂടിയ അപ്പമായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇപ്പോൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പമൊക്കെ എത്ര സോഫ്റ്റായിട്ടാണ് ഉള്ളതെന്ന്. അതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് നമുക്ക് എപ്പോഴും ഫ്ലെയിം ഒരു മീഡിയം ലോ ഫ്ലെയിമിലായിരിക്കണം. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും അപ്പം ചുടാൻ പാടില്ല. അതിൻ്റെ ഉൾഭാഗം നമുക്ക് വെന്ത് കിട്ടില്ല. ഹൈ ഫ്ലെയിമിലാണെങ്കിൽ, ഹൈ ഫ്ലെയിമിൽ ചുട്ടാൽ പുറം ഭാഗം മാത്രം കുറച്ച് കളർ മാറി വരും, ഉൾഭാഗം നമുക്ക് നന്നായി വെന്ത് കിട്ടില്ല. ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാത്രമേ അപ്പം ചുട്ടെടുക്കാൻ പാടുള്ളൂ. ആദ്യം തന്നെ നെയ്യ് നല്ലവണ്ണം ചൂടാക്കി മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം, നെയ്യപ്പം ഇവിടെ സെർവ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എനിക്കറിയാം എല്ലാവർക്കും അറിയുന്ന റെസിപ്പിയാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.